ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഏറെ സന്തോഷകരമായ ഒരു അനുഭവം നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ വേണ്ടിയാണ്. കർഷകർക്കുള്ള പരിശീലന പരിപാടി RATTCയുടെ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തിരുന്നു ഞാൻ. റീജിയണൽ അഗ്രികൾച്ചറൽ ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്റർ മലമ്പുഴ സംഘടിപ്പിച്ച 3 ദിവസത്തെ ട്രെയിനിങ്ങിൽ ഞാനും പങ്കാളിയായിരുന്നു. നമ്മുടെ കൃഷിഭവൻ കേന്ദ്രീകരിച്ച് കർഷകർക്കുള്ള ട്രെയിനിങ് ഇതുപോലുള്ള പരിപാടികൾ നടക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറെ സന്തോഷം തോന്നിയ ഒരു ദിവസങ്ങളായിരുന്നു ആ ട്രെയിനിങ്ങിൽ നമുക്ക് ഫാം ടൂറിസം എന്ന ട്രെയിനിങ് ആയിരുന്നു 3 ദിവസത്തെ ട്രെയിനിങ് നമുക്ക് നൽകിയത്. ഞാൻ നിലവിലൊരു ADC മെമ്പർ എന്നുള്ള നിലയ്ക്ക് താഴെക്കോട് കൃഷിഭവനിൽ നീണ്ട 20 വർഷമായി ADC മെമ്പറായി നിലവിൽ ഞാൻ തുടരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രോഗ്രാമിൽ അപ്പോൾ ഞാനും ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനിടയായി. ഏതായാലും അതിലിപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തനിമ നല്ലേപ്പിള്ളി ഫാമാണ്. അതായത് 20 ഏക്കറിലധികം ഉള്ള ഒരു ഫാം. അത് ഫാം സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായി അത് എല്ലാം നമ്മൾ കൃഷിക്കാർക്ക് ആ ഇടം ഒരിക്കലും കണ്ടാൽ നമുക്ക് അത് മതി വരില്ല. എല്ലാ തരം കൃഷികളും ഉൾക്കൊള്ളുന്ന എല്ലാ മേഖലയിലുള്ള കൃഷികളും, അതുപോലെ തന്നെ മറ്റുള്ള പല മൃഗങ്ങളെ വളർത്തുന്ന കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ പല മൃഗങ്ങളുടെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ അവരെല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാത്തരം മൃഗങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള അവർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ, ബോട്ടിങ് എന്ന് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു തനിമ നിറഞ്ഞ ആ ഒരു ഫാമിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ ഒരാൾക്ക് എൻട്രി ഫീ 2000 രൂപയാണ്. പക്ഷേ 2000 രൂപ എൻട്രി ഫീ എന്ന് പറയുമ്പോൾ അവർക്ക് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് അവിടെ തന്നെ ഉണ്ടാക്കിയ പൈനാപ്പിൾ ജ്യൂസ് നമുക്ക് അന്ന് ലഭിച്ചത്, അതുപോലെ തന്നെ സ്നാക്സ് ലഭിച്ചു. അതുപോലെ തന്നെ നമുക്ക് അവിടെ പശുക്കളൊക്കെ വളർത്തുന്നുണ്ട്. എല്ലാ മൃഗങ്ങളെയും ഞാൻ സൂചിപ്പിച്ചല്ലോ, പശുക്കളെ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ കുതിര ഉണ്ട്, കുതിര റൈഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ നമുക്ക് നല്ല നാടൻ മോരൊക്കെ അവർ തന്നു. അതുപോലെ തന്നെ ഈ എൻട്രി ഫീൽ അവരുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, പാർക്കുണ്ട്, അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. അതിൽ മീൻ വളർത്തലുണ്ട് എന്ന് വേണ്ട, നമുക്ക് ആവശ്യമായ ചെടികളും കൃഷികളും, അതുപോലെ തന്നെ എല്ലാം തൈകളുണ്ട്. അതുപോലെ തന്നെ എല്ലാം വളർത്തുന്ന നമ്മൾ കാണുന്ന എല്ലാ കൃഷികളുണ്ട്. അപ്പോൾ എന്തായാലും